കാലം എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കിവെച്ചു. അതിന് ഞാൻ ആരോടും കടപ്പെട്ടിരിക്കുന്നു. ഓണം മലയാളക്കരയിൽ അലിഞ്ഞു ചേർന്നതുപോലെ മലയാള സിനിമയിലും മലയാള സാഹിത്യത്തിലും ലയിച്ചു ചേർന്ന രണ്ടക്ഷരമാണ് MT. MT വാസുദേവൻ നായർ മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും നൽകിയത് അമൂല്യമായ സംഭാവനകളാണ്. 2024 ഡിസംബർ 25 നമ്മെ വിട്ടുപിരിഞ്ഞ് MT വാസുദേവൻ നായർക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളിലെ ഗാനങ്ങളുമായി കോൺഫിഡന്റ് ഓക്സിജനിലെ പാട്ടുകാർ നൽകുന്ന ആദരം. മഹാഭാരതം എന്ന ലോക ഇതിഹാസത്തെ ഭീമന്റെ കണ്ണിലൂടെ നോക്കിക്കണ്ടെഴുതിയ ലോക ക്ലാസിക് നിലവാരമുള്ള മലയാളം നോവൽ രണ്ടാമൂഴം. കാലങ്ങൾക്കതീതമായ ഭാഷയിൽ കഴിഞ്ഞുപോയ കാലത്തെ സാമൂഹിക പശ്ചാത്തലത്തെ രേഖപ്പെടുത്തി 23-ാം വയസ്സിൽ രചിച്ച 4 പെട്ട്. മലയാളികളെ കാത്തിരിക്കാൻ പഠിപ്പിച്ച പുസ്തകം, മഞ്ഞ് തുടങ്ങി വർണ്ണിച്ചാലും തീരാത്ത ഒരുപാട് രചനകൾ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന മലയാള സിനിമാ ചരിത്രത്തിലെ അതികായരായ എഴുത്തുകാരിൽ പ്രധാനം. ചതിയൻ ചന്തു എന്ന് വടക്കൻ പാട്ടുകളിൽ കേട്ടുവളർന്ന MTയുടെ ഭാവന തേടിപ്പോയത് ചതിക്കപ്പെട്ടുപോയ ചന്തുവിനെ തേടിയാണ്. അങ്ങനെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഇതിഹാസ ചലച്ചിത്രം ഒരു വടക്കൻ വീരഗാഥ. പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ, ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിക്കും കൊല്ലപ്പെട്ടവന്റെ അച്ഛനും ഇടയിലൂടെ രൂപപ്പെട്ട സദയം. മിനിക്കുട്ടിക്കും പേടി. പേടിക്കെന്താ നിറം? ചുവപ്പ് അതോ കറുപ്പോ? എനിക്കറിയില്ല. കൃത്യം നിറമില്ല, നിറം മാറിക്കൊണ്ടിരിക്കും. പേടി കുറെ കഴിയുമ്പോൾ തമാശയാവും. തമാശ പിന്നെ പൊട്ടിച്ചിരി, പിന്നെ പാട്ട്, പിന്നെ ജീവിതം എന്ന വലിയ നുണയും മരണമെന്ന സത്യവും നേർക്കാഴ്ചയാക്കിയ സുഹൃതം. ശത്രുതയുടെ ആഴം നമുക്ക് കാണിച്ചു തന്ന താഴ്വാരം. കൗമാരത്തിലെ നിഷ്കളങ്ക പ്രണയത്തെ സംഗീതത്തിന്റെ നിലയിലേക്ക് ഒഴുക്കിവിട്ട നഖക്ഷതങ്ങൾ. പാടിയൊരു
പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോടപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു. എഴുതിയാലും വർണ്ണിച്ചാലും തീരാത്ത എഴുത്തിന്റെ മഹാപ്രപഞ്ചത്തിലൂടെ മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരൻ ഭാഷയും സംസ്കാരവും നിലനിൽക്കുന്ന കാലം വരെ ഓർക്കപ്പെടും. ിരവുകളെ